അങ്ങനെ പാല് കുടിക്കാൻ പാടില്ല. പാല് പശുക്കുട്ടിക്ക് കുടിക്കാനുള്ളതാണ്, പാല് കുടിക്കരുത്. പാല് കുടിക്കില്ല ഗുരുനാഥ, നാളെ മുതൽ പാല് കുടിക്കില്ല എന്ന് പറഞ്ഞു. പോക്കോളോ. പശുവിനെ തീറ്റാൻ പോവുക, രാവിലെ പോവുക, വൈകുന്നേരം മടങ്ങി വരിക, രാവിലെ പോവുക, അന്തിക്ക് വരിക. അങ്ങനെ പിന്നെയും കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇവൻ്റെ ശരീരത്തിനൊരു ഓട്ടമില്ല. എന്താ ഇയാൾ ചടക്കി, ഇയാൾ എന്താ ചെയ്യണേ? അതേ പൊന്നു ഇവിടെ വരും. ഭിക്ഷ എടുക്കണ്ടോ? എഗെയിൻ ഭിക്ഷ എടുക്കണ്ടോ? പശുവിനെ കറന്ന് പാല് കുടിക്കണ്ടോ? തൻ്റെ ശരീരം ചടക്കണില്ലല്ലോ, പറയ പോലെ തന്നെ അങ്ങനെ ഗുണ്ടനായിട്ടിരിക്കണ്ടല്ലോ. എന്താ കാരണം? അതെ ഗുരുനാഥ, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്. എങ്ങനെ? ഭിക്ഷയില്ല, രണ്ടാമത് ഭിക്ഷയില്ല, പശുവിനെ കറന്ന് പാലും കുടിക്കില്ല, പിന്നെ എങ്ങനെ? അതെ, പശുക്കുട്ടി കുടിക്കല്ലോ. പശുക്കുട്ടി കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചുണ്ടിൽ നിന്ന് നൊര വരും. ആ നൊര ഞാൻ ഇങ്ങനെ നക്കി കുടിക്കുന്നുണ്ട്. അപ്പൊ പശുക്കുട്ടിയുടെ നൊര നക്കി കുടിക്കണ്ട, അത് കുടിക്കരുത്. അതാ പശുക്കുട്ടിക്ക് ഉത്തരവാ. അപ്പൊ ഇങ്ങനെ ഒരു നിലയ്ക്കും ഇന്നാളോട്ട് കുടിക്കില്ല. ഒരു നിലയ്ക്കും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഭിക്ഷ എടുക്കാൻ പറ്റില്ല, ഭിക്ഷ എടുക്കാൻ പറ്റില്ല, പാല് കുടിക്കാൻ പറ്റില്ല, പശുക്കുട്ടി കുടിച്ച നൊര പോലും കുടിക്കാൻ പറ്റില്ല. വിഷം കിട്ടും. മന്യോ എന്ത് ചെയ്യും? ഒരു ദിവസം പശുവിനെ പോയി വിഷം തുടങ്ങിയപ്പോ എരിക്കിൻ്റെ ഇല കുറേശ്ശെ പറിച്ച് തിന്നു തുടങ്ങി. എരിക്കിൻ്റെ ഇല പറിച്ച് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണൊക്കെ പൊട്ടിപ്പോയി. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് ഉപമന്യു ഇങ്ങനെ തപ്പിത്തടഞ്ഞ്. ഒപ്പം സിനിമയിൽ മോഹൻലാൽ നടക്കില്ലേ? ഒപ്പം സിനിമയിൽ മോഹൻലാൽ നടക്കും. വാസന്തി ലക്ഷ്മി സിനിമയിൽ കലാഭവമണി നടക്കണ പോലെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് തപ്പിത്തടഞ്ഞ് ഇങ്ങനെ എവിടെ തപ്പിത്തടഞ്ഞ് ഉപമന്യുരിക്ക് കിണറ്റില വീണു.